2 മണിക്കൂർ 25 മിനിറ്റ് ഡാർക്ക് കോമഡിയാണ് പടം. കോമഡിയൊക്കെ ഉണ്ടായിരുന്നു, മൊത്തത്തിൽ എൻഗേജിങ് ആയിരുന്നു. ഉള്ളുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വലിയ സൂപ്പർ സ്റ്റാർസ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വിഷയം തുടങ്ങി. സെൻസർ കുറച്ച് ഡാർക്കാണ്, കുറച്ച് ഡാർക്കാണ്. എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുമെന്ന് അറിയില്ല. പഴയതുപോലെ കുറച്ച് അത്ര ലൈറ്റ് അല്ല. പക്ഷേ ജോണർ ചെറുതായിട്ട് മാറുന്നുണ്ടെങ്കിലും സ്റ്റിൽ അവർ കോമഡി ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. മൊത്തത്തിൽ ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടും. പക്ഷേ എത്രത്തോളം പ്രൊമോഷൻ വരുമെന്നനുസരിച്ചിരിക്കും. അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്രൗഡ് വരും. ഇപ്പോൾ ഇല്ല, ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു മുകളിലോട്ടും പോയിട്ടില്ല, താഴോട്ടും പോയിട്ടില്ല. ഒരു ത്രില്ലർ മോഡിൽ കോമഡി എലിമെന്റ്സ് ഒക്കെ ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. അത് ശരിക്കും നല്ല കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് തന്നെ ആ ലെവൽ അവർ കൊട്ടിയിട്ടുണ്ട്. അടിപൊളി പടം, എടുത്ത് പറയാനില്ല. എല്ലാവരും അഗ്രേ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളെ ചിരിപ്പിച്ചത് ഒരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസിനെ എടുത്ത് തന്നെ പറയണം. ഒരു രക്ഷയില്ല. സൈജു ഗ്രൂപ്പ് ആവട്ടെ, ഡബ്സിയൊക്കെ എടുത്ത് പറയണം കേട്ടോ. ഒരു രക്ഷ അടിപൊളി. ഞാൻ കൂടുതലും പറയാനില്ല. അതെ, അങ്ങനെ ഒരു ഇതാണ്. അതിന് വേറൊരു ടൈപ്പാണ് ഇത്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ. പക്ക എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം. ബ്രോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വാഴ പോലെ ഇത്രയും ചിരിച്ചിട്ടില്ല. ലൈവിലാതെയാണ് ബ്ലാക്ക് ഹ്യൂമർ പടം കണ്ടിട്ട് ഭയങ്കര പടം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെടണം. ഭയങ്കര ചിരിച്ച ഒരു വഴിയാണ്. ദൃശ്യത്തിൻ്റെ റെഫറൻസും ദൃശ്യം പോലെ ഒരു ഇതും, അതായത് പക്ക ഫ്രഷ് സബ്ജക്റ്റാണ്. പക്ഷേ ഓടനെ തിരുന്നിരുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾ ചാവുമ്പോൾ ഒരിക്കലും തിരിച്ചുകൂടാ. പക്ഷേ അമ്മാതിരി സാധനമാണ്. ഫസ്റ്റ് സെക്കൻഡായിട്ട് ഭയങ്കര കമ്പാരിസൺ ഉണ്ട്. പക്ഷേ ഭക്ഷണങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം പക്ക ചിരിക്കുള്ള സാധനങ്ങളാണ്. 3rd and 4th ഇറക്കമുള്ള പാർട്ട് വരെ കണ്ടന്റ് ഉണ്ട്. മസ്വാസ് പടമാണ്. കോട്ടയിട്ടുണ്ട്. സുരാജ്, കലാരഞ്ജിനി, പിന്നെ സൈജു കുറുപ്പ്, ജഗദീഷ്. ഒരു രസമാണ്. നമ്മൾ ലോജിക്ക് നോക്കാതെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ചിരിക്കാനുള്ള പടം. നമ്മൾ ഫസ്റ്റ് കണ്ട് ഭരതനാട്യം പോലെ ഇമോഷനല്ല, ഫുള്ളൊരു ഫൺ മോഡ്. സീരിയസ് ആയിട്ടൊന്നും പോകാതെ ഒരു ദൃശ്യ റെഫറൻസ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ് പടം. നമ്മൾ പറഞ്ഞില്ലേ, ഡാർക്ക് കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്പെഷ്യൽ മെൻഷനുണ്ട്. പിന്നെ മലയാള സിനിമയിൽ തന്നെ കുറേ സിനിമകളുടെ ഒരു സ്പൂഫൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വിഷയം പറയുന്നത് അത് കൊള്ളാം, ചിലർക്കൊക്കെ കൊള്ളും. ഒരു സർക്കാസം മൂടി കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല. ഒരു കപട ഭക്തിയും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമുണ്ട്. മൊത്തത്തിൽ ടോട്ടലി എൻജോയബിളാണ്. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഡാർക്ക് കോമഡി സ്പൂഫ് സർക്കാസം പടം. കുറേ സീൻസ് കൈയടിക്കാനുണ്ട്, നല്ല ചിരിക്കാനുണ്ട്. ഒരു ടോട്ടലി അവർ യഥാർത്ഥ ഒരു നമ്മുടെ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കിയാൽ നല്ലൊരു ജനറൽ ഷിഫ്റ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതായത് പ്രേക്ഷകർക്ക് കുറേ കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിയുടെ അകത്ത് നടക്കുന്ന ഒരു സാധനം. ദൃശ്യത്തിൻ്റെ ഒരു കുറേ റെഫറൻസ് ഉണ്ട്. ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. ദൃശ്യത്തിൽ അത് അത്രയും സീരിയസ് ആണെങ്കിൽ ഇതിലും ഒരു ഫാമിലിയുടെ കുറച്ച് സംഭവമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോൾ എൻജോയ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്. 2.5 മണിക്കൂറേ ഉള്ളൂ. ബോറൊന്നും അടിച്ചില്ല. നല്ല രസമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ വിനയ് ഫോർട്ട് ആയാലും ഏറ്റവും ഹൈലൈറ്റ് കലാരഞ്ജനിയും സുരാജ് വെഞ്ഞാറമൂട് ലൈഫിൽ ഇതുവരെ ചെയ്യാത്തൊരു സാധനം ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞ സ്പോയിലറാവും. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. ആ കാസ്റ്റിംഗ് മൊത്തം കൊള്ളാം. ഇവൻ നന്ദു പൊതുവാൾ അടക്കം ചില കോമഡീസ് നമുക്ക് പറയില്ലേ, മലയാള സിനിമയിലെ വേറെ ചില സിനിമകളുടെ ഡയലോഗൊക്കെ കടമെടുത്തിട്ട് മോഹിനിയാട്ടം അടിപൊളിയായിരിക്കും. എന്ന് പറയുമ്പോൾ ഇതൊരു 50 കോടിക്ക് മേലെ തീർച്ചയായിട്ടും കളക്ട് ചെയ്യും. കാരണം അത്രയ്ക്ക് ഫാമിലി ഷുവറായിട്ട് സിനിമ ഏറ്റെടുക്കും. ഭരതനാട്യത്തിന് സംഭവിച്ച പോലെ ഒരിക്കലും ആവില്ല. അതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് ആയാലും ആ സിനിമയെക്കാട്ടി ഒരു 2 മടങ്ങ് മേളിൽ നിൽക്കുന്ന സിനിമയാണ്. അത്ര നന്നായിരിക്കും. പിന്നെ നമ്മൾ ഈ പോസ്റ്ററിലേക്ക് കാണുന്ന ഒരു 10-15 കഥാപാത്രങ്ങളുണ്ട്. ആണും പെണ്ണും എല്ലാവരും അങ്ങ് മത്സരിച്ച് അങ്ങ് അഭിനയിക്കും. നമ്മളെ അങ്ങ് കുടുകൂടാ ചിരിപ്പിക്കും. തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടാതെ അത്ര നന്നായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നല്ല കഥ, തിരക്കഥ എല്ലാം ഫുൾ ഫണ്ണ്. നമുക്ക് പോയി കാണാൻ പറ്റുന്ന, മിക്കവാറും വാഴയ്ക്കൊരു കോമ്പറ്റീഷൻ ആവാൻ സാധ്യതയുള്ള ക്ഷേത്ര ആചാരങ്ങളെ പറയുന്നുണ്ട്. അത് നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ട്. ചില ആചാരങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ വേണോ, നമ്മളെ എത്രയും പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ശരീരത്തിനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പല ആചാരങ്ങളും ഉണ്ട്. തലയിൽ മുട്ടറക്കലെന്നും പറഞ്ഞ് തലയിൽ തേങ്ങ അടിച്ച് ഉടയ്ക്കുക, പിന്നെ കനലിൽ കൂടെ ഓടുക, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പലർക്കും തോന്നുന്നു ഇതെങ്ങനെയൊക്കെ ആചാരമൊക്കെ വേണോ, നമ്മുടെ ശരീരമൊക്കെ വേദനിപ്പിച്ചിട്ടുള്ള സംഭവം വേണമെന്ന് നമുക്ക് നോർമലി തോന്നും. അതിനെയൊക്കെ കുറച്ചൊരു ഹ്യൂമറായിട്ടുള്ള രീതിയിൽ കാണിച്ചു, അല്ലാതെ ആരുടെയും മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലൊന്നും കാണിച്ചില്ല. അത് ഫുള്ള് നമ്മൾ തിയേറ്ററിൽ മൊത്തം ആ സീനുകളൊക്കെ കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിപ്പിക്കുന്ന സീനുകളാണ്. നല്ലൊരു മൂവിയാണ്. ഈ വെക്കേഷന് കുടുംബസമേതം